കഴുകി വെട്ടി വൃത്തിയാക്കിയ ചാളയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഉലുവയും കായവും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനുശേഷം ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അതായത് നമ്മുടെ ചാള, കുറച്ച് നാൾ മുമ്പ് വരെ VIP ആയിട്ട് ഇരുന്നോടുന്നതാണ് കേട്ടോ. ഇനി എപ്പോഴാണ് വിലക്കയറ്റം കൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിചാരിച്ച് കുറച്ച് അച്ചാറിട്ട് വയ്ക്കാമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഈ പരീക്ഷണത്തിന് മുതിർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളതിട്ട് നന്നായിട്ട് മുരിയിച്ച് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ 2 പുറവും മുരിയിച്ചെടുക്കണേ. ഇതാ ഇവിടെ നമ്മൾ പാകമായിട്ടുള്ളതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളുള്ളി കീറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കൂടിയിട്ട് എന്നിട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഒരുവിധം ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നമ്മളുടെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഞാനിത്തിരി എരിവിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടി കൊടുത്തതാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കായ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ അച്ചാർ കൂട്ടിലേക്ക് വേണ്ട കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് കുറച്ചൊന്ന് ചാറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടേ വിനാഗിരി കുറച്ചുകൂടി കൂട്ടി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അടുപ്പിലിരുന്നിട്ട് തന്നെ തിളക്കട്ടെ. ഒരു കാര്യം മറന്നുപോയി, നമുക്ക് പാകത്തിനുള്ള ഉപ്പിടണം. ഓൾറെഡി നമ്മൾ മീനിൽ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഈ ഗ്രേവിയിലേക്ക് വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള മീൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനൊന്നും ഉടയാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്താലാണ് എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ പിടിക്കുള്ളൂ. ഇതിനെല്ലാം ശേഷം ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിലേ നമുക്ക് കുറച്ച് വിനാഗിരി തിളപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിനടിയിൽ തന്നെ വന്നെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവിയൊക്കെ. ഇതൊന്ന് ഇരുന്ന് സെറ്റാകുമ്പോൾ ഇതിൻ്റെ എണ്ണയും അതുപോലെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പുറത്തേക്ക് വരും കേട്ടോ. അധികം കൂട്ടുകളൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീൻ അച്ചാറാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്